അമ്മേ, അമ്മയുടെ വിഷമം എത്രമാത്രമാണെന്ന് എനിക്ക് ഊഹിക്കാം. ഞാൻ എന്നെ കുറിച്ചല്ല, ഞാൻ നിങ്ങളുടെ കാര്യം ആലോചിക്കുന്നേ. എന്റെ ജീവിതത്തിലെ ഒരു ഘട്ടം കഴിഞ്ഞല്ലോ, കടമകളും പൂർത്തിയാക്കിയെന്ന് തന്നെ പറയാം. സിദ്ധു ജയിലില്ല, അത് ശരി തന്നെയാ. ജീവിതത്തിലെ ഒരു നല്ല കാലം കഴിഞ്ഞല്ലോ. പക്ഷെ നിങ്ങളോ ജീവിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അതിനിടയിൽ ഒരു വീടൊഴിയലല്ല, കുടിയൊഴിപ്പിക്കൽ. ഞങ്ങൾ ഇതുപോലുള്ള പല അവസരങ്ങളും അനുഭവിച്ചിട്ടുണ്ടല്ലോ അമ്മേ. എന്റെ കാര്യം എടുക്കാം. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ദുരിതങ്ങളുടെ കൂട്ടത്തിലാ. ഈ അടുത്ത കാലത്താ അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടിയത്. കഷ്ടപ്പാടുകൾ, സാമ്പത്തിക പ്രയാസം, അങ്ങനെ ദുരിത ജീവിതം എന്താണെന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ അമ്മയ്ക്കോ സന്തോഷവും സൗകര്യവും മാത്രം അറിഞ്ഞല്ലേ ജീവിച്ചത്. എന്നിട്ടിപ്പോ ഈ കഷ്ടപ്പാടില് ജീവിക്കല്ലേ. അതൊന്നും സാരമില്ല, എന്ത് കഷ്ടപ്പാടും അനുഭവിക്കാം. പക്ഷെ ചന്ദ്രൊത്ത് ജീവിക്കണം, മരിക്കുന്നതും ഇവിടെ വേണം. അതാണ് ആഗ്രഹം. ആ ആഗ്രഹം നടക്കില്ല. എവിടെയോ അനാഥപ്രേതം പോലെയാകും ഞാൻ മരിക്കാൻ പോകുന്നത്. അമ്മേ, സത്യം. ഒരു കാര്യം ഞാൻ നിന്നോടായിട്ട് പറയാം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആർക്കും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തളർന്നു വീണ കാശുണ്ടാക്കി ചികിത്സിക്കാൻ നിൽക്കരുത്, അങ്ങ് കളഞ്ഞിക്കണം. അമ്മേ.